മനസ്സ് നന്നാവട്ടെ. എൻ്റെ പേര് അൽഫിയ മറിയം. +1 സയൻസിലെ ഒരു NSS വോളണ്ടിയറാണ്. അതിജീവനം. തൻ്റെ മുൻപിലെ പ്രതീക്ഷയുടെ വാതിലുകളെല്ലാം കൊട്ടിയടയ്ക്കപ്പെടുന്ന നിമിഷങ്ങളിൽ പോലും തന്നെ വരിഞ്ഞുമുറുക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലും നടത്തുന്ന ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള പോരാട്ടമാണ് അതിജീവനം. ഒട്ടേറെ ദുരന്തങ്ങളെ അതിജീവിച്ചവരാണ് നാം ഓരോരുത്തരും. 2018 ക്ഷണിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ എത്തിയ മഹാപ്രളയത്തെ, ലോകമെമ്പാടും നാശം വിതച്ച കോവിഡ് എന്ന മഹാമാരിയെ തുടങ്ങി ഒട്ടേറെ ചെറുതും വലുതുമായ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചവരാണ് നാം. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ തന്നെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവന പാതയിലെ ചവിട്ടുപടികളാക്കി മാറ്റിയവരെ നമുക്ക് കാണാൻ സാധിക്കും. അതിമാരകമായ അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന രോഗം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുമ്പോഴും പതറാതെ തളരാത്ത മനസ്സുമായി ശാസ്ത്രലോകത്തിന് അത്ഭുതകരമായ സംഭാവനകൾ പകർന്ന സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ നിശ്ചയദാർഢ്യത്തിനും ആത്മവിശ്വാസത്തിനും മുൻപിൽ ഡോക്ടർമാർ കുറിച്ചു നൽകിയ 2 വർഷത്തെ ആയുസ്സും മറികടന്ന് 76 വർഷം ജീവിക്കുകയും ലോക ചരിത്രത്തിലെ ജ്വലിക്കുന്ന അതിജീവന കഥയ്ക്ക് ഉടമയാവുകയും ചെയ്തു. ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഭാവിയിലെ പ്രതീക്ഷകളറ്റുപോയ ഒരു വോളിബോൾ താരമായിരുന്നു അരുണിമ സിൻഹ. ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഒരു കൊള്ളസംഘം ട്രെയിൻ ആക്രമിക്കുകയും അരുണിമ സിൻഹയെ ട്രെയിനിൽ നിന്നും പാളത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം അവിടേക്ക് കടന്നു വന്ന ട്രെയിൻ അവരുടെ കാലുകൾക്ക് മുകളിലൂടെ കയറിയിറങ്ങി. ആ സംഭവത്തോടെ തൻ്റെ കാൽ നഷ്ടപ്പെട്ട അരുണിമയ്ക്ക് ഒരു വോളിബോൾ താരം എന്ന നിലയിൽ തൻ്റെ മേഖലയിൽ തുടരാനാവില്ലെന്ന് മനസ്സിലാവുകയും എന്നാൽ അവിടെയൊന്നും പതറാതെ പുതിയ സ്വപ്നങ്ങൾക്ക് പിന്നാലെ ചിറകടിച്ചുയരുകയുമാണുണ്ടായത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായ ആദ്യത്തെ വനിതയായി അരുണിമ സിൻഹ മാറി. നാം ഇന്ന് സുഖമായും സന്തോഷമായും പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുമ്പോഴും ഓരോ നിമിഷവും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ശരീരം മരവിക്കുന്ന തണുപ്പിനെ അതിജീവിച്ച് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നമുക്കായി കാവൽ നിൽക്കുന്ന നാടിൻ്റെ നായകന്മാരെ നാം നന്ദിയോടെ സ്മരിക്കേണ്ടിയിരിക്കുന്നു. ചഞ്ചലപ്പെടാത്ത മനസ്സും ശരീരവുമായി ഓരോ നിമിഷവും അതിജീവനത്തിൻ്റെ പാതയിൽ നീങ്ങുന്നവരാണവർ. നിങ്ങൾ നീരാളിയുടെ കഥ കേട്ടിട്ടുണ്ടോ? ജനിച്ചയുടനെ സ്വന്തം കുഞ്ഞുങ്ങളെ കാണാൻ കഴിയാതെ മരണത്തിന് കീഴ്പ്പെടുന്നവരാണ് ഓരോ നീരാളികളും. മരിക്കുമെന്നുള്ള ഉറപ്പിലും തൻ്റെ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന ജീവികളാണവർ. ഓരോ നീരാളികളും ഈ ലോകത്ത് ജീവിച്ചു തുടങ്ങുന്നത് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കൊരു ലോകത്ത് ജീവിച്ച് തൻ്റെ പുതുതലമുറയിലേക്ക് ആ ജീവൻ പകർന്നുകൊണ്ട് അവർ ലോകം വെടിയുന്നു. ഓരോ നീരാളിക്കും അതിജീവനത്തിൻ്റെ കഥകൾ പറയാനുണ്ടാവും. ചിലപ്പോൾ ഒരു ചെറിയ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തീരാവുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ ജീവിതം ഒരു മുഴം കയറിൽ തീർക്കാനൊരുങ്ങുന്ന എത്ര പേരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ണിലെ ഒരു ചെറിയ ജീവിയായ നീരാളിയെ നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ ഉദാഹരണങ്ങൾ എബ്രഹാം ലിങ്കൺ, ഹെലൻ കെല്ലർ, സുധാ ചന്ദ്രൻ തുടങ്ങി നിരവധി മഹത് വ്യക്തിത്വങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നാം അവരെ അറിയുകയും അവരിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. വർത്തമാന സമൂഹവും ഇന്ന് അതിജീവനത്തിൻ്റെ പാതയിലാണ്. യുദ്ധങ്ങൾ, അക്രമം, അനീതി, ആത്മഹത്യ, ലഹരി തുടങ്ങിയവയുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുന്ന വർത്തമാന സമൂഹത്തെ ജീവിതത്തിൻ്റെ സുന്ദരമായ പടവുകളിലേക്ക് കൈപിടിച്ചുയർത്താൻ പ്രതിജ്ഞാബദ്ധരാണ് നാം ഓരോരുത്തരും. അടുത്തിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ സാഹചര്യത്തിൽ ജാതി മത വർഗഭേദമന്യേ കൈകോർത്ത് അവയെ അതിജീവിച്ചവരാണ് നാം. അതുകൊണ്ട് തന്നെ അതിജീവന കഥകൾ അറിഞ്ഞും പകർന്നും സമൂഹത്തിൽ നമുക്ക് വെളിച്ചം പകരാനാവും. അക്രമവും അനീതിയുമില്ലാത്ത ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു സുന്ദര ലോകം നമുക്ക് സൃഷ്ടിക്കാം. അതിനായി നമുക്ക് കൈകോർക്കാം. മനസ്സ് നന്നാവട്ടെ.